ഹലോ. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്നും കൂടെ പറയാം. അപ്പോൾ സെക്കൻഡായിട്ട് പറയാനുള്ളത് വെച്ചാൽ അത് അമ്മ അവിടെ ചെങ്ങന്നൂർ ജോലിക്ക് വന്നു തുടങ്ങി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അമ്മ അവിടെ ജോലിക്ക് വരുമ്പോൾ അമ്മയ്ക്ക് മാസത്തിലെ പൈസ കിട്ടത്തുള്ളൂ. അമ്മയ്ക്ക് മാസത്തിൽ 18 കിട്ടുമെങ്കിൽ ആ 18 കൊണ്ട് നമ്മൾ ഇത്രയും പേര് കഴിഞ്ഞ് പോകണം. അപ്പോൾ അതിനിടെ ചേച്ചിക്ക് സ്കൂളിൽ പോകണം, ചേച്ചി കോളേജിലായിരുന്നു. അപ്പോൾ ചേച്ചി കോളേജിൽ പോകണം, എനിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, ഞാനാണെങ്കിൽ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ചെല്ലണമെങ്കിൽ പെരിഞ്ഞാട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് എനിക്ക് 2 വണ്ടി കയറി പോകണം. അവിടെ 3 വണ്ടി കയറി പോകണം എനിക്ക്. ഇവിടുന്ന് കല്ലൂർ ഇറങ്ങണം, കല്ലൂരിൽ നിന്ന് അടൂർ പോകണം, അടൂരിൽ നിന്ന് പിന്നെ പെരിഞ്ഞാട്ട് ബസ് കയറണം. അങ്ങനെ 3 ബസ് കയറുമ്പോൾ 6 ബസ് അങ്ങോട്ട് വിടുമ്പോൾ എൻ്റെ പൈസ അങ്ങനെ. പിന്നെ ചേച്ചിക്ക് അത് തന്നെ, ചേച്ചി പന്തളത്താണ് പഠിച്ചത്, പന്തളത്ത് NS കോളേജിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവൾക്ക് അതിൻ്റെ പൈസ അങ്ങനെ. പിന്നെ അവൾക്ക് കോളേജിലോട് ടെസ്റ്റ് വാങ്ങാനുള്ള പൈസ, അങ്ങനെയൊക്കെ നമ്മളെ വളർത്താൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ സാധനം അമ്മ ഇപ്പോൾ കയറിയിട്ടുള്ളൂ. അപ്പോൾ വേറെ ആരും നമുക്ക് വീട്ടിൽ ഒന്നും കൊണ്ടുതരാനില്ല. അമ്മൂമ്മ ഇങ്ങനെയാണ്, വല്യമ്മ അവരൊക്കെ ഇങ്ങനെയാണ്, നമുക്ക് ആർക്കൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വല്യമ്മച്ചിമാരുടെ വീട്ടിലൊക്കെ പോയി എന്തെങ്കിലും തരുമോ അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ആദ്യമൊക്കെ തരത്തില്ല, എന്നാൽ ആദ്യമൊക്കെ തന്നിട്ടോ. ആദ്യമൊക്കെ ഒരു കുറേ സാധനങ്ങളും തരും, പച്ചക്കറികളും കാര്യങ്ങളൊക്കെ തന്നു. നമ്മൾ അതുകൊണ്ടൊക്കെയായിരുന്നു ഇവിടെ നിന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആയപ്പോഴത്തേക്കും നമ്മളെന്നും പോകാൻ നോക്കിയപ്പോൾ അവരെന്ത് ചെയ്തു, അവർ പറഞ്ഞു ഇല്ല, ഒന്നുമില്ലടി, ഒന്നുമില്ല മക്കളൊന്നുമില്ലെന്ന് പറയും. നമ്മളപ്പോൾ എന്ത് ചെയ്തു, ശരി ഒന്നുമില്ലെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അവരുടെ കൊച്ചുമക്കൾക്ക് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അവരുടെ കൊച്ചുമക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കും, നമുക്ക് അത് രക്തബന്ധം പോട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പം നമുക്ക് സങ്കടമായി. നമ്മളൊന്നും മിണ്ടാനൊന്നും പോയില്ല. നമ്മൾ പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചു, അവർ ആരുടെ അടുക്കളപ്പുറത്തോ അല്ലെങ്കിൽ അവിടെ ഒന്നും പോയി നമ്മൾ കഴിഞ്ഞിട്ടാൻ നിൽക്കത്തില്ല, നമ്മൾ നമ്മളായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്തു, പോന്നു. പിന്നെ ഞങ്ങളിവിടെ നിന്നുണ്ട് റേഷനരി കിട്ടും. അത് അമ്മൂമ്മയുടെയും വല്യമ്മയുടെയും ചേട്ടൻ്റെയും പേർക്ക് മാത്രമേ റേഷൻ കാർഡ് പേര്, നമുക്ക് അവിടെ ആയിരുന്നു, അച്ഛനെ വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മൾ ആ റേഷൻ കാർഡ് പേരൊക്കെ ആയപ്പം ഇവിടെ 3 പേർക്കായിട്ടേ കിട്ടത്തുള്ളൂ, 3 പേർക്കേ കിട്ടത്തുള്ളൂ. അങ്ങനെ റേഷൻ കാർഡ് അരി കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് കിട്ടത്തുള്ളൂ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, രാവിലെ കഞ്ഞിയാക്കും. രാവിലെ കഞ്ഞിയാക്കിയിട്ട് മുളക് ചാലിച്ച് വയ്ക്കും. എന്നിട്ട് നമ്മൾ രാവിലെ അത് കഞ്ഞി കുടിച്ചിട്ട് ഉച്ചയ്ക്ക് തന്നെ അങ്ങനെയായിരുന്നു. അതിങ്ങനെ തുടർന്നുകൊണ്ടെങ്കിൽ നമുക്ക് മാസത്തിൽ 3 പേർക്ക് ഇത്രയല്ലേ അരി കിട്ടത്തുള്ളൂ. കഴിഞ്ഞപ്പോഴത്തേക്കും ആ മാസത്തിൽ അരി പകുതി ആകുമ്പോഴേ തീർന്നപ്പോൾ അമ്മയ്ക്ക് സാധനം കിട്ടിയിട്ടുമില്ല. അന്നേരം അത് അമ്മ പോയി വരുന്നതിൽ അമ്മ അവിടെ തന്നെ ആയിരുന്നു. അന്നേരം എന്ത് ചെയ്തു, കഞ്ഞി രാവിലെ മാത്രം ആക്കി, കഞ്ഞി രാവിലെ മാത്രം കുടിച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും ഇല്ലാണ്ടായി. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് നമ്മൾ ആ കഞ്ഞി എടുക്കത്തില്ല, വരാത്തത്തേക്കിന് വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഉറങ്ങിയിട്ട് ഞങ്ങൾ പറയാം അമ്മ എഴുന്നേക്കരുത്. നമുക്ക് ഭയങ്കര വിശപ്പാട്ടോ സമയത്തൊക്കെ, കാരണം അവർ പ്രായം അത്രയായി. അപ്പം ഒരു കൊച്ചു പിള്ളേരുടെ കൂട്ടൻ്റെ അമ്മൂമ്മ. അപ്പോൾ അമ്മൂമ്മയ്ക്ക് എപ്പോഴും വിശക്കുന്ന, നമുക്ക് എന്തിനണം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം അമ്മൂമ്മ കഴിഞ്ഞിട്ട് പറയും, അപ്പോൾ എനിക്ക് വിശക്കുന്ന മക്കൾ പറയുമ്പോൾ ഞങ്ങൾ പറയും വിശക്ക് അമ്മൂമ്മ, നമുക്ക് ഒന്നുമില്ല, ഇപ്പോൾ ഉറങ്ങി രാത്രി വല്ലതും കഴിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടി എടുത്ത് വെച്ചേക്ക് ഉറങ്ങിക്കോളാൻ പറയും. അങ്ങനെ അമ്മൂമ്മ കിടന്നുറങ്ങും, നമ്മൾ രാത്രി എഴുന്നേക്കും, ഇത് കഴിക്കും, ഇതന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ട് ഞങ്ങൾ ഇന്നും അമ്മയെ വിളിച്ചിരിക്കുന്നത്, നമ്മളങ്ങനെ പറയത്തില്ല കേട്ടോ അമ്മ ഇങ്ങനെ ഇതാണ് പ്രശ്നമാണെന്ന്. പിന്നെ നമ്മൾ സഹിക്കാനാവും, നമുക്ക് ഈ വിഷമം വരുമ്പം നമ്മൾ പറഞ്ഞു അമ്മ ഇതുപോലെ വീട്ടിലൊന്നും ഇല്ല അമ്മ, നമ്മളിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അവിടെ ചോറും കറിയൊക്കെ കിട്ടുന്നുണ്ട്, നമ്മളിവിടെ പട്ടിണി കിടക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് സങ്കടമായിട്ട് അമ്മ പറഞ്ഞു സാരമില്ല, നമുക്കിപ്പോൾ ശരിയാക്കി എടുക്കാൻ സാലറി കിട്ടട്ടെ എന്നൊക്കെ പറയും. അങ്ങനെയായിട്ട് നമ്മളവിടെ നിന്നു. പിന്നെ ആണെങ്കിൽ അന്നേരമായിരുന്നു ഇവിടെ മലയുടെ അമ്പലത്തിൽ പള്ളിപ്പാര നടക്കായിരുന്നു. പള്ളിപ്പാര 12 വർഷങ്ങൾക്ക് കൂടിയിരിക്കുമ്പോൾ പള്ളിപ്പാര നടക്കുന്നത് തന്നെയാണ് മലയുടെ അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്തിടാം കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പള്ളിപ്പാര നടന്ന സമയത്ത് അവിടെ എന്നും സദ്യയുണ്ട്. രാവിലെ നമുക്ക് കഴിക്കാൻ കാണും, ഉച്ചയ്ക്ക് കഴിക്കാൻ കാണും, വൈകുന്നേരം ഇതെല്ലാം നമുക്ക് കഴിക്കാനുള്ള സമയത്ത് അവിടെ ഉണ്ട്. അന്നേരം ഞങ്ങൾ എന്ത് ചെയ്തു, എന്താവട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ നമ്മുടെ ആ കലികാല സമയത്തെന്ന് പറയാമല്ലോ, നമ്മൾ പട്ടിണി കിടന്ന ആ സമയത്ത് തന്നെ അവിടെ 12 വർഷമാകെ അവിടെ പള്ളിപ്പാര നടക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, രാവിലെ എഴുന്നേറ്റിട്ട് ഫുഡ് നമുക്ക് അവിടെ പോയി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് ഒരുങ്ങി അമ്മൂമ്മേനെയൊക്കെ ഒരുക്കി എടുത്ത് നമ്മളവിടെ പോകും. അവിടെ പോയി അവിടുന്ന് ചോറൊക്കെ കഴിച്ച് കുറച്ച് ചോറ് പാത്രത്തിലാക്കി കൊണ്ടുവരും. അപ്പോൾ രാത്രിത്തേക്ക് ഞങ്ങൾക്ക് ചോറായല്ലോ. അങ്ങനെ ഞങ്ങൾ കഴിച്ച് വളർന്ന്, അതുകൊണ്ട് ഞങ്ങൾക്ക് കഷ്ടപ്പാട് നല്ല ഞാൻ ചേച്ചി ചെയ്യാത്ത ജോലികളും പണികളും ഒന്നുമില്ല, എല്ലാം. ഇന്നെനിക്ക് അതിൻ്റെ അഭിമാനം, കാരണം ഞങ്ങളെയും കൊണ്ട് എവിടെ പോയി പണിയെടുക്കാൻ പറഞ്ഞാലും ഞങ്ങൾ പണിയെടുക്കും. കാരണം ഞങ്ങൾ അതുപോലെ അധ്വാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പച്ചിമാരുടെ കൂടെ രാവിലെ വെട്ടാൻ പോകുമായിരുന്നു. അവരുടെ കൂടെ രാവിലെ വെട്ടാൻ പോയി പാൽ കറയൊക്കെ എടുത്ത് ഞങ്ങൾ സ്കൂളിൽ പോകാതെ ഞങ്ങൾ അത് ചെയ്യുമായിരുന്നു. അങ്ങനെ കറ എടുക്കാനൊക്കെ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവധിയൊക്കെ ആകുമ്പോൾ, വെക്കേഷനൊക്കെ ആകുമ്പോഴായിരിക്കും അവിടെ തോട്ടത്തിൽ നമുക്കാണെങ്കിൽ വെല്ലാതെ തോട്ടമാണ്, ആ തോട്ടത്തിൽ നമ്മളെ പണിക്ക് വിളിക്കും. അപ്പോൾ അപ്പച്ചിമാരെ വിളിക്കുമ്പോൾ നമ്മൾ പറയും ഞങ്ങളവിടെ വിളിക്കണമെന്ന് പറയും. അങ്ങനെ നമ്മൾ പോയി കാടി എത്താൻ പോകും. അതിങ്ങനെ പൈസ ഒപ്പിച്ച് കുറേ
അമ്മ നമ്മുടെ കുറേ കമ്മലും തന്നെ 2-3 കമ്മലൊക്കെ നമ്മുടെ കമ്മലും സ്വർണ്ണങ്ങളും കുറച്ച് തരിയെങ്കിൽ ആ തരി അത് കൊണ്ട് പണയം വെച്ചിട്ടായിരിക്കും അമ്മ ലോണൊക്കെ അടയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചു. ഞങ്ങളൊക്കെ അത് പൈസ കൂട്ടി ഞങ്ങൾ ആ പണയം വെച്ചതൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ ഞങ്ങൾ ഓരോന്ന് ചെയ്തു. പിന്നെ ഞാൻ വെട്ട് പഠിച്ചപ്പോൾ ഞാൻ അച്ഛൻ്റെ വീട്ടിൽ 10 മൂട് റബ്ബറുണ്ടായിരുന്നു. അത് ഞാൻ വെട്ട് പഠിച്ചു. അങ്ങനെ ഞാൻ വെട്ടാൻ തുടങ്ങി. പിന്നെ അച്ഛൻ അതിനെപ്പറ്റി പ്രശ്നമൊക്കെ ആക്കി. എന്തിനാണ് അത് വെട്ടുന്നത്, അത് നീ എന്തിനാണ് വെട്ടുന്നത്, നീ വെട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ വഴക്കുണ്ടാക്കി. പിന്നെ നമ്മൾ അച്ഛനെ അതവിടെ ക്ലോസ് ചെയ്തു. പറഞ്ഞാൽ അതുപോലൊരു അച്ഛനെ നമുക്ക് വേണ്ട. ഇനി എന്തിനാ വെറുതെ, അമ്മ എല്ലാം ചെയ്യും വേണം, അമ്മേനെ വേണം. പിന്നെ നമുക്ക് അച്ഛനെന്തിനാ രാത്രി കിടത്തി ഉറക്കത്തില്ല വീട്ടിൽ, പിന്നെ നമ്മളെടുത്ത് പുറത്തിടും, പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നം. എന്നാലും ഇവിടുത്തെ മലയുടെ അമ്പലം ഓൻ്റെ പൊന്നു, ആ അമ്പലത്തിൽ ആ പള്ളിപ്പാരില്ലാതെ ഞങ്ങൾ അന്ന് ആ ഒരു ദിവസം എങ്ങനെ ഒരു പിടുത്തമില്ല. അതുകൊണ്ട് ആ 12 ദിവസം നമുക്ക് എങ്ങനെയും കഴിഞ്ഞ് വിടാൻ പറ്റി അവിടെ തന്നെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. നമ്മുടെ 12 ദിവസം നമ്മൾ അവിടെ തന്നെ തിന്നു കുടിച്ചു, അവിടെ ഇരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ തീരുമാനിച്ചു എന്തെങ്കിലും വേറെ ഇനി പഠിക്കണം എന്നുണ്ട്. ഇനി എന്തിനാ അമ്മയും കൂടെ ഒറ്റയ്ക്ക് തുഴയാൻ പറ്റത്തില്ല, വല്ല ജോലിക്ക് ഇറങ്ങണം എന്ന് തീരുമാനമായപ്പോൾ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. മൂന്നാർ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൂന്നാർ നമ്മൾ ജോലി ചെയ്താലും നമുക്ക് സാലറി കയ്യിൽ കിട്ടില്ല. അത് നമ്മൾ പ്രൈവറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്, അവിടെ തന്നെ പോകണം. അങ്ങനെ നമ്മുടെ പൈസ മൊത്തം അവിടെ ആയിരിക്കും പോകുന്നത്. അവിടെ ഇനിയും പൈസ കൊടുക്കാറുണ്ട്, എനിക്ക് അത് കൊടുത്തിട്ട് വേണം എൻ്റെ സർട്ടിഫിക്കറ്റ് മൊത്തം എടുക്കാനും വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അവിടെ കുറച്ച് പ്രശ്നം, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഞാനൊന്ന് നോക്കി അന്വേഷിച്ചിട്ട് വയനാട് തന്നെ റിസോർട്ട് കിട്ടി. വൈത്തിരി വില്ലേജ് 5 സ്റ്റാർ റിസോർട്ടിൽ ജോലി ചെയ്തു. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ ഇപ്പം ഉരുൾ പൊട്ടിയപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ഉരുൾ പൊട്ടിയപ്പോൾ നമ്മുടെ റൂമിലൊക്കെ വെള്ളം കയറി. അതിൻ്റെ വേറൊരു വീഡിയോ ഇട്ടല്ലോ കേട്ടോ, വെള്ളം കയറിയതൊക്കെ. റൂമിലൊക്കെ വെള്ളം കയറി. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അങ്ങനെ പിന്നെ കുറച്ച് നാൾ നിന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങളിവിടെ വന്ന് എൻ്റെ കൂട്ടുകാർ ഞങ്ങളെല്ലാം കൂടെ, ഞാൻ തൃശ്ശൂർ, അവിടെ കൂട്ടുകാരുടെ തൃശ്ശൂർ നിന്ന് കുറച്ച് നാൾ അവിടെ എന്നിട്ട് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ ആയി. എന്നിട്ട് നമ്മളിപ്പോൾ കുറച്ചൊക്കെ പച്ച പിടിക്കാൻ തുടങ്ങി. കാരണം അങ്ങനെ അങ്ങ് വലിയ ഹൈ ലെവൽ പാർട്ടി അങ്ങനൊന്നും ആയില്ല. നമ്മളെ കൊണ്ടാവുന്ന പോലെ ഓരോന്ന് സ്വരുക്കൂട്ടി തുടങ്ങി. കാരണം നമ്മൾ നേരത്തെ ഒന്നും അങ്ങനെ ഒരു ബർത്ത്ഡേ വന്ന് നമ്മളിങ്ങനെ കാണത്തുള്ളൂ, ഓരോരുത്തരും ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കാണത്തുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു, അമ്മയുടെ ബർത്ത്ഡേ വന്നു. അമ്മയുടെ ബർത്ത്ഡേ വന്നപ്പോഴത്തേനും ഈ വർഷം തന്നെ അമ്മയുടെ ബർത്ത്ഡേ ആയപ്പോൾ നമുക്ക് ഇങ്ങനെ വലുതായിട്ട് നടത്താനൊന്നും നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ഒരു ബർത്ത്ഡേ അവിടെ വൈത്തിരി തന്നെ ഞാനവിടെ സാറിനോട് സംസാരിച്ചിട്ട് റൂം സെറ്റാക്കിയെടുത്തു. കുറച്ച് റേറ്റിൽ തന്നു. പുള്ളിയെ നമ്മൾ എത്ര പറഞ്ഞാലും പറ്റത്തില്ല, പുള്ളി നമുക്ക് സെറ്റാക്കി. കാരണം പുള്ളി കാരണമാണ് എനിക്കുള്ള ജോലി കിട്ടിയതൊക്കെ നമ്മളാണ്. പുള്ളി സെറ്റാക്കി തന്നു. ആ റൂമിൽ അമ്മ വന്നതിനന്ന് ഞാൻ ബർത്ത്ഡേ പാർട്ടി അവിടെ സെറ്റാക്കി. രാത്രി ഇരുന്നെല്ലാം ബലൂണും തോരണങ്ങളൊക്കെ കെട്ടി. അമ്മയ്ക്ക് ജീവിതത്തിൽ അമ്മ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ അമ്മ സെറ്റാക്കിയെടുത്ത് അതിൻ്റെ വീഡിയോ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അമ്മൂമ്മയുടെ ബർത്ത്ഡേ നമ്മൾ അതുപോലെ തന്നെ ആഘോഷിച്ചു. അത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എല്ലാവരെയും വിളിച്ച്, 90 വയസ്സായില്ലേ, എല്ലാവരെയും വിളിച്ച് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ബർത്ത്ഡേ, അത് ഞങ്ങൾക്ക് റിസോർട്ടിൽ തന്നെ ടൂർ ഉണ്ടായിരുന്നു മൈസൂർ പോയപ്പോഴായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അന്നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അത് അവരെനിക്ക് ആഘോഷിച്ചു. ഇത് ചേച്ചിയുടെ ബർത്ത്ഡേ ആണുള്ളത്. നവംബർ 20-ാണ് ചേച്ചിയുടെ ബർത്ത്ഡേ. അപ്പോൾ ചേച്ചിയുടെ നിശ്ചയം കഴിഞ്ഞ് നവംബറിലായിരുന്നു ചേച്ചി നിശ്ചയമൊക്കെ കഴിഞ്ഞു. ഇനി കല്യാണം വരുന്നുണ്ട് ചേച്ചിയുടെ. അത് നമുക്ക് ഇപ്പോൾ നമ്മളെ കൊണ്ടൊന്നും സെറ്റായിട്ടില്ല. അപ്പോൾ സെറ്റാക്കി എടുക്കണം നമുക്കിന്. അതുകൊണ്ട് നമ്മൾ കല്യാണം ഇങ്ങനെ ഡേറ്റ് നീട്ടിയിരിക്കുകയാണ്. ഇതുവരെ കല്യാണ ഡേറ്റ് ഒന്നും എടുത്തിട്ടില്ല. കല്യാണ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. പിന്നെ അപ്പോൾ ഇപ്പം കുറച്ചായിട്ട് എന്നെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങളിവിടെ വന്നു, സെറ്റായി. പിന്നെ അമ്മയ്ക്ക് ഞങ്ങൾ 3 പേരും ജോലിക്ക് വന്ന് തുടങ്ങി. നമ്മുടെ വീടൊക്കെ ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങി. നമ്മളെ കളിയാക്കിയവരുടെ മുന്നിൽ നമ്മളിപ്പോൾ തലയോർത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളെ കളിയാക്കാനും കുറ്റം പറയാനും കുത്താനും വാക്കുകൾ പറയാനും കുറേ പേരുണ്ടായിരുന്നു നമ്മൾ ആ സമയത്ത്. ഇപ്പം നമ്മൾ അവരുടെ മുമ്പിൽ നല്ല തല ഉയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. കാരണം വലിയ രീതിയിൽ നിൽക്കാൻ പറ്റില്ല, ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ 3 പേരും ജോലിക്ക് വരുന്നുണ്ട്. അത്യാവശ്യം കടങ്ങളില്ലെന്നല്ല, കടങ്ങളുണ്ട്. അത്യാവശ്യം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ ചിന്തിരിയാണ് അമ്മൂമ്മ. ഞങ്ങളെല്ലാം ഇപ്പം ഇവിടെയാണ്. ഇപ്പം ഇവിടെ ആണെങ്കിൽ രണ്ടാമത്തെ അമ്മയുടെ നേരെ മൂത്ത വല്യമ്മയും അവരുടെ മോനും മക്കളും ഇവിടെ നിൽപ്പുണ്ട്. അവർക്ക് വീട് പണി കാണാറുണ്ട്. അത് കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നിൽപ്പുണ്ട്. അവരെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇപ്പം ഒരു കൂട്ടുകുടുംബമായിട്ട് നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വീട്ടിലിപ്പോൾ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ജോലിക്ക് പോയേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ 3 പേരുള്ളൂ ഇപ്പോൾ വീട്ടിൽ. ഇനി എന്താ പറയുക,
ഞാൻ 3-ാം തീയതി തിരിച്ച് വയനാട്ടിൽ പോകും. വയനാട്ടിൽ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റാണ്, ഹൗസ് കീപ്പിങ്ങിനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വയനാട്ടിൽ ഇപ്പോൾ 1.5 വർഷമായി. 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് ആക്കിയിട്ട് ഇറങ്ങണമെന്നാണ് എൻ്റെ നിഗമനം. അങ്ങനെ പോന്നു. ഇനി അടുത്തടുത്ത ഓരോ വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുക. എനിക്കൊന്നും അറിയത്തില്ല എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പാട്ട് ഇതിനകത്ത് ഇനി പാട്ട് കയറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി നിങ്ങളോട് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ സെറ്റാക്കുക. അപ്പം നിങ്ങളെന്നെ നിങ്ങളുടെ കുടുംബം പോലെ എൻ്റെ കുടുംബം കാണണം. കാരണം എനിക്കൊരു ആങ്ങളിനകത്ത് എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. പിന്നെ നമുക്ക് ആങ്ങളമാരെന്ന് പറഞ്ഞവരുണ്ട്, പക്ഷെ അവരൊന്നും നമ്മുടെ രക്തബന്ധമാണെങ്കിലും നമ്മളെ അങ്ങനെ കാണണ്ടേ, അങ്ങനെയൊന്നും ഇല്ല. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചെറിയൊരു ഫാമിലിയാണ്. അമ്മ, ഞാൻ, ചേച്ചി, അമ്മൂമ്മ, വല്യമ്മ, വല്യമ്മയുടെ മോൻ, ഇത്രയും പേര് അടങ്ങുന്ന ചെറിയൊരു ഫാമിലിയാണ്. നമ്മളാണ് ഇത് ഓടിച്ചു കൊണ്ടുവന്ന വീട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ കൂടെ എന്നും നിങ്ങൾ തന്നെ കാണണം എന്ന് പറയുന്നത്. അമ്മൂമ്മ ഉറങ്ങി, കഥ കേട്ടാ ഉറങ്ങി. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു. ഓക്കേ. അപ്പോൾ ശരി, എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.